Listen here. Page number 144. There is a true or false statement. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ട്രൂ ഓർ ഫോൾസ് ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. അതെന്താണ് മിസ് സെൻഡ് ചെയ്ത് തരാം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ദെൻ ലെറ്റസ് എൻജോയ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ്ലൈൻ കണ്ടോ? ലെറ്റസ് എൻജോയ്, അതെന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. എ പെയിന്റിംഗ് ഫോർ യുവർ ഹൗസ്. Paint a pretty picture on a half sheet of chart paper. Use ice cream spoons to make a frame. Make a loop with a thread. Put it up on the wall. എന്താണ് അതൊരു ജസ്റ്റ് ഒരു ആക്ടിവിറ്റി പറയുന്നതാണ്. എന്താണ്, നല്ലൊരു പെയിന്റിങ് എന്ത് ചെയ്യുക, നല്ലൊരു പെയിന്റ് ചെയ്തിട്ട് ഒരു ചാർട്ട് പേപ്പറിന്റെ ഹാഫ് അല്ലേ, ചാർട്ട് പേപ്പറിന്റെ പകുതിയിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് ഒരു പെയിന്റിങ് ചെയ്യുക. എന്നിട്ട് അതിന് ഐസ്ക്രീം സ്പൂൺ കൊണ്ട് എന്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്? ഐസ്ക്രീം സ്പൂൺ കൊണ്ട് അതിനൊരു ഫ്രെയിം കൊടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് അതവിടെ മെൻഷൻ ചെയ്ത കാര്യം ഞാനൊന്ന് ഇൻഫോം ചെയ്തു എന്നേ ഉള്ളൂ. അത് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തതാണ്. പക്ഷെ ഇഫ് യു ആർ ഇൻട്രസ്റ്റ് നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. എന്താണ്, നല്ല ഒരു പെയിന്റിങ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് എന്ത് ചെയ്യുക, ഇതുപോലെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഐസ്ക്രീം സ്പൂണ് കൊണ്ട് ഒരു ഫ്രെയിം കൊടുക്കാം. എന്നിട്ട് ഒരു ത്രെഡ് കൊണ്ട് അതിനെ എവിടെയെങ്കിലും തൂക്കിയിടാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്രാഫ്റ്റ് വർക്കാണ് അല്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് പെയിന്റ് ചെയ്ത് ഇങ്ങനെ ഐസ്ക്രീം സ്പൂൺ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാവുന്നതാണ്. ദെൻ പറഞ്ഞ അവിടെ കൊടുത്ത ആക്ടിവിറ്റി ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റും അതുപോലുള്ള ഒരു ക്രാഫ്റ്റ് ആണ്, ഫൺ ടു ഡു. മേക്ക് എ ഡ്രോയിങ് ഓഫ് യുവർ ഹൗസ് വിത്ത് ഇറ്റ്സ് ഇൻസൈഡ്. നൗ മേക്ക് എ മോഡൽ ഓഫ് ഇറ്റ് with empty matchbox. Spread some glue over a flat piece of cardboard and paste the matchbox on it to make a house. എന്താണ് ഹൗസ് ക്രാഫ്റ്റ്? അതായത് മാച്ച് ബോക്സസ് കൊണ്ട് ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. മേക്ക് എ ഡ്രോയിങ് ഓഫ് യുവർ ഹൗസ് ആൻഡ് ഇറ്റ്സ് ഇൻസൈഡ്. നൗ മേക്ക് എ മോഡൽ ഓഫ് ഇറ്റ് വിത്ത് എംപ്റ്റി മാച്ച് ബോക്സ്. അതായത് എംപ്റ്റി മാച്ച് ബോക്സ് ഉണ്ടല്ലോ, ഉപയോഗിച്ച് തീർന്ന നമ്മുടെ മാച്ച് ബോക്സസ് കൊണ്ട് ഗ്ലൂ ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഇതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഒരു ക്രാഫ്റ്റ് വർക്കായിട്ട് തന്നാണ്. ക്രാഫ്റ്റിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം, ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം. ദെൻ വാട്ട് ആർ ദ തിങ്സ് യു വുഡ് ലൈക്ക് ടു ഹാവ് ഇൻ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എന്നാണ്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഫർണിച്ചർ, curtains. Collect the pictures of these furniture, curtains, bookshelves, television, indoors plants, etc. and paste them in your scrapbook. നിങ്ങളുടെ കളക്ഷൻ ബുക്ക് ഉണ്ടെങ്കിൽ സ്ക്രാപ്പ് ബുക്ക്, സ്ക്രാപ്പ് ആൽബം ഉണ്ടല്ലോ, അതായത് ക്രാഫ്റ്റ് വർക്കുകളും പെയിന്റിംഗ് വർക്കുകളും ഒക്കെ ചെയ്തു വെക്കുന്ന ബുക്കിനെയാണ് എന്ത് പറയാ, സ്ക്രാപ്പ് ബുക്ക് എന്ന് പറയാം. സ്ക്രാപ്പ് ആൽബം എന്നൊക്കെ പറയും. മിസ്സിന്റെ അടുത്തൊരു സ്ക്രാപ്പ് ആൽബം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നത്, അതായത് ഇങ്ങനെ മാച്ച് ബോക്സ് കൊണ്ട് അല്ലെങ്കിൽ സാൻഡ് കൊണ്ട് ഇങ്ങനെ കുറേ വർക്കുകൾ നമ്മൾ ചെയ്യുമല്ലോ. ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഈ ബോട്ടിൽ വർക്കൊക്കെ ചെയ്യാറില്ലേ മിക്കവാറും ആൾക്കാർ? എം ടി ബോട്ടിലിന്റെ പുറത്ത് പെയിന്റ് ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാറില്ലേ? അതുപോലെ ഒരുപാട് തരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ഉണ്ട്. മാറ്റ് സ്റ്റിക്ക് കൊണ്ട് എന്തെങ്കിലും വീടുകൾ പോലെയൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സാൻഡ് കൊണ്ട്, അല്ലെങ്കിൽ ക്ലോത്ത് കൊണ്ട്, ഇങ്ങനെ ഡിഫറെന്റ് വർക്കുകൾ ചെയ്തിട്ട് അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന ബുക്കാണ് എന്ത്, സ്ക്രാപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ സ്ക്രാപ്പ് ബുക്കിൽ നിങ്ങൾക്ക് എന്താണ് ഫർണിച്ചേഴ്സിന്റെയും ബുക്ക് ഷെൽഫ്സിന്റെയും ഒക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് സ്ക്രാപ്പ് ബുക്കിൽ ഒട്ടിച്ചു വെക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇത് മൂന്നും ജസ്റ്റ് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ കൊടുത്തു എന്നേ ഉള്ളൂ. ജസ്റ്റ് ഞാനത് നിങ്ങളോട് മെൻഷൻ ചെയ്തു. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡ്രോയിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ ഹോം ഈസ് ദി ബെസ്റ്റ് എന്ന് പറയുന്ന പോർഷൻ ഫിനിഷ് ആണ്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 5 മിനിറ്റ് എല്ലാവരും ആ പോർഷൻ മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിയേ. എ ഗുഡ് ഹൗസ് ആൻഡ് എ ക്ലീൻ ഹൗസ് മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് വായിച്ചേ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ മനസ്സിലാകാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കേ എല്ലാവരും. സിദ്ധാന്ത്,
ഞാൻ എന്താ പറഞ്ഞത് സിദ്ധാന്ത്? വായിച്ചു നോക്കിയേ മുഴുവൻ. And to carry dirty water away from the house. Mosquitoes breed in uncovered drains and dirty water and spread diseases. Hence, kitchen and bathroom drain should be properly covered. എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ഹൗസിന് കെയർഫുള്ളി ബിൽറ്റ് ഹൗസ് ആണ്, വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഹൗസിന് എന്ത് വേണം? ഒരു ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം വേണമെന്നാണ് പറയുന്നത്. മസ്റ്റ് ഹാവ് എ ഡ്രെയിനേജ് സിസ്റ്റം എന്നല്ല, മസ്റ്റ് ഹാവ് എ ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായാൽ പോരാ, ഒരു നല്ല ഡ്രെയിനേജ് സിസ്റ്റം വേണം. അതായത് നമ്മുടെ വേസ്റ്റ് വാട്ടർ ഒക്കെ പുറത്തു പോകുന്നത് ഇതിലെ കൂടിയാണ്, ഡ്രെയിനേജിൽ കൂടിയാണ് അല്ലെ. നമ്മുടെ കിച്ചണിലും ബാത്റൂമിൽ നിന്നും പോകുന്ന വാട്ടർ എന്താണ്? വേസ്റ്റ് ആണ് അല്ലെ. അത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ വാഷ് ബേസിൽ നിന്നും നമ്മുടെ ബാത്റൂമിൽ നിന്നും പോകുന്ന വെള്ളം എങ്ങോട്ട് പോകണം? കൃത്യമായിട്ട് നീറ്റായിട്ട് അത് ഡ്രെയിനേജ് സിസ്റ്റത്തിൽ കൂടെ പോകണം അല്ലെ. ആ ഡ്രെയിനേജ് സിസ്റ്റം എവിടെയെങ്കിലും, ഡ്രെയിനേജ് സിസ്റ്റം എന്താണ്? ഒന്നുമില്ല, നമ്മുടെ വെള്ളം പോകുന്ന ആ സ്പേസ് ആണ്. അതായത് നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വാഷ് ബേസിൽ നമ്മൾ കൈ കഴുകുന്ന വെള്ളം അടിയിലെ പൈപ്പ് വഴി അത് മണ്ണിന്റെ അടിയിലേക്ക് പോവുകയാണല്ലേ ചെയ്യുന്നത്. അപ്പൊ ആ ഡ്രെയിനേജ് സിസ്റ്റം എന്തായിരിക്കണം? നല്ലതായിരിക്കണം. ഇല്ലെങ്കിൽ എന്താവും? തുറന്നു വെച്ചിട്ടുള്ളതോ വെള്ളം കെട്ടിക്കിടന്ന് ബ്ലോക്ക് ആവുന്നതോ ഒക്കെ ആണെങ്കിൽ എന്താണ്? ബ്ലോക്ക് ആണെങ്കിൽ എന്താണ്? ഒന്നാമത് വളരെ മോശമായിട്ടുള്ള സ്മെല്ല് ഉണ്ടാവും, മെയിൻ തിങ്. പിന്നെ അത് കൂടാതെ എന്താണ്? എന്തെങ്കിലും അൺകവേർഡ് ആയിട്ടുള്ള വെള്ളത്തിലാണ് എന്ത് മോസ്കിറ്റോസ് ഒക്കെ ബ്രീഡ് ചെയ്യുക, പെറ്റുപെരുകുക. അതുകൊണ്ടാണ് പറയുന്നത് വെള്ളം പോകാനുള്ള നല്ല ഡ്രെയിനേജ് സിസ്റ്റം എല്ലാ വീട്ടിലും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. വെള്ളം കെട്ടിക്കിടന്നിട്ട് കൊതുകുകളൊന്നും പെറ്റുപെരുകാൻ വേണ്ടി പാടില്ല എന്നുള്ളത്. ക്ലിയർ ആണോ? ഡ്രെയിനേജ് സിസ്റ്റം എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ വേസ്റ്റ് വാട്ടർ പോകുന്ന ആ പൈപ്പിനെയാണ് എന്ത് പറയാ? ഡ്രെയിനേജ് എന്ന് പറയുന്നത്. എന്താണ് അജ്സൽ? fill in the blanks നാലാമത്തെ കിട്ടിയില്ല, ബാക്കിയല്ലേ എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. റിലു, മിസ്സേ ക്ലീൻ ഹൗസിലെ നാലാമത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞുതരും, അതിന്റെ അർത്ഥം? ഗാർബേജ് ആണോ? ഗാർബേജ് മസ്റ്റ് ബി ത്രോൺ. യെസ്. Okay, garbage must be thrown in a proper dumping place and not on the road. എന്താണ് പറയുന്നത്? ഗാർബേജ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വേസ്റ്റിനെയാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും അല്ലേ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ തന്നെ ഇടണം എന്നാണ് പറയുന്നത്. ഡംപ് ചെയ്യുക എന്താണ്? ഉപേക്ഷിക്കുക അല്ലെ, ചാടുക അല്ലെ. വേസ്റ്റ് ഒക്കെ നമ്മൾ കളയുമല്ലോ, അതെന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇടുക. നമ്മുടെ അവിടെ ഇവിടെയും റോഡിലും ഒന്നും കൊണ്ടിടാതെ. ചില ആളുകൾ എന്ത് ചെയ്യും? വീട്ടിന്റെ അകത്തുള്ള ഗാർബേജും വേസ്റ്റും ഒക്കെ എവിടെയെങ്കിലും കെട്ടി റോഡിന്റെ നടുവിലൊക്കെ കൊണ്ടിടും. അങ്ങനെയൊന്നും ചെയ്യരുത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേസ്റ്റ് ഒക്കെ നമ്മൾ കളയുന്ന ഒരു പ്ലേസ് ഉണ്ടാവുമല്ലോ, അവിടെ മാത്രം എന്ത് ചെയ്യുക? ഗാർബേജ് വേസ്റ്റുകൾ കൊണ്ടിടുക. വേസ്റ്റ് ആണ് ഗാർബേജ് മീൻസ് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന മുഴുവൻ വേസ്റ്റും അല്ലേ. ചിലപ്പോൾ പച്ചക്കറികൾ ഉണ്ടാവും, ചീഞ്ഞ പച്ചക്കറികൾ അല്ലേ. പിന്നെന്താണ്? പലതരത്തിലുള്ള വേസ്റ്റുകളും നമ്മുടെ വീട്ടിലുണ്ടാവും. ബാക്കിയായ ഫുഡ്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയില്ല, പാടില്ല, വലിച്ചെറിയാൻ വേണ്ടി പാടില്ല. അവിടെ എവിടെയും റോഡിന്റെ നടുവിൽ ഒന്നും കൊണ്ട് വെക്കരുത് എന്നാണ് പറയുന്നത്. ക്ലിയർ? Then അതിന് താഴെയുള്ളത് dustbin should be covered so that flies do not lay eggs in the rubbish. They should be cleared every day. പിന്നെ എന്താണ്? ഡസ്റ്റ്ബിൻ, വേസ്റ്റ് പാത്രം എന്ത് ചെയ്യരുത്? തുറന്ന് വെക്കരുത്. എപ്പോഴും അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു വേസ്റ്റ് ബോക്സ് ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് അല്ലേ. അടച്ചു വെക്കുന്ന വേസ്റ്റ് ബോക്സിൽ എന്താണ്? തുറന്നു വെച്ച വേസ്റ്റ് ബോക്സ് ആണെങ്കിൽ അതിൽ ഈച്ചകളൊക്കെ വന്ന് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ് എപ്പോഴും കവർ ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ നിഹാര, എന്താണ് മോളെ? മിസ്സേ ക്ലീൻ ഹൗസിലത്തെ ഏറ്റവും ലാസ്റ്റത്തെ ഒന്നും അതിന്റെ മീനിങ് പറഞ്ഞു തരുമോ? ആറാമത്തെ പോയിന്റ്. The house should be whitewashed regularly എന്നാണോ? അതായത് നമ്മുടെ വീടുകൾ എപ്പോഴും
വൈറ്റ് വാഷ് ചെയ്ത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതായത് അഴുക്കുകൾ ഉണ്ടാകുന്നതിനനുസരിച്ച് വീട് വൈറ്റ് വാഷ് ചെയ്യുക എന്നാണ് എന്ന് വെച്ചാൽ എന്താണ്, വെളുത്ത പെയിന്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ വീടുകളിൽ എന്താണ് പെയിന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് വൈറ്റ് വാഷ് ചെയ്യും അല്ലേ, ഒരു വെളുത്ത നിറമുള്ള ഇതുകൊണ്ട് നമ്മൾ വൈറ്റ് വാഷ് ചെയ്ത് വൃത്തിയാക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ വീടിന്റെ ചുമരും ഒക്കെ വൃത്തിയായിരിക്കണം എന്നാണ് മീൻ ചെയ്യുന്നത്. റെഗുലർ ആയിട്ട് നമുക്ക് വൈറ്റ് വാഷ് ചെയ്യുക നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. പക്ഷെ എപ്പോഴും നമ്മൾ അത് കഴുകി നല്ല നീറ്റാക്കി വീടൊക്കെ നല്ല ഭംഗിയാക്കി വെക്കണം എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, ദെൻ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നോ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്ന് നോക്കാം അല്ലേ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അവർ ഹൗസ് പ്രൊട്ടക്ട് അസ് ഫ്രം റെയിൻ, അത് നമ്മൾ പറഞ്ഞു. റെയിൻ, സ്റ്റോം, സ്നോ, ഹീറ്റ് ആൻഡ് കോൾഡ് എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. അവർ ഹൗസ് പ്രൊട്ടക്ട് അസ് ഫ്രം, നമ്മുടെ പോർഷൻ തുടങ്ങുന്നത് അവിടെ തന്നെ ഉണ്ടല്ലേ, അതിന്റെ ഫില്ല് ചെയ്യേണ്ടത് അവിടെ തന്നെയുണ്ട്. അവർ ഹൗസ് പ്രൊട്ടക്ട് അസ് ഫ്രം റെയിൻ, സ്റ്റോം, സ്നോ, ഹീറ്റ് ആൻഡ് കോൾഡ് എന്നുള്ളതാണ് ആ വിട്ടുപോയ ഭാഗങ്ങളിൽ ഫില്ല് ചെയ്യേണ്ടത്. സ്റ്റോം, സ്നോ, ഹീറ്റ് ആൻഡ് കോൾഡ്. Then second one, dash must come into the rooms to keep the germ free. എന്താണത്? സൺലൈറ്റ്. സൺലൈറ്റ് മസ്റ്റ് കം ഇൻ ടു ദ റൂംസ് ടു കീപ് ദ ജേം ഫ്രീ. സൂര്യപ്രകാശത്തിന് എന്തുണ്ട്? അണുക്കളെ നശിപ്പിക്കാനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? സൺലൈറ്റ് എന്നാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ ചെയ്തിട്ടുണ്ടോ എല്ലാവരും? സൺലൈറ്റ് ചെയ്തുവോ? ചെയ്തു. ഓക്കെ, sunlight. And third one, a good dash system carries dirty water away from the house. എന്താണ് അതിന്റെ ആൻസർ? A good dash system. എന്താണ് സിദ്ധാന്ത്? അതിന്റെ ആൻസർ എന്താണ്? തേർഡ് വൺ, a good dash system carries dirty water away from the house. നമ്മുടെ വീടുകളിലുള്ള അഴുക്കുവെള്ളം പോകുന്ന സ്ഥലത്തിന്റെ പേര് എന്താണ് എന്നാണ് എഴുതേണ്ടത്. ഒരുപാട് തവണ പറഞ്ഞതാണ്, ഇപ്പൊ കൂടെ എന്താണ് ആ സിസ്റ്റം, എന്താണ് ഡേർട്ടി വാട്ടർ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് പറഞ്ഞു വെച്ചതേ ഉള്ളൂ അല്ലേ. ആരാണ് ചോദിച്ചത്? നമ്മുടെ സെലിനെയാണ് ചോദിച്ചത് തോന്നുന്നു അല്ലേ. ഇപ്പൊ അത് അല്ലേ, സെലിനെയല്ലേ ചോദിച്ചേ? ഓക്കെ, ഇപ്പൊ അതിന്റെ ആൻസർ മിസ് പറഞ്ഞതേ ഉള്ളൂ. എന്താണ് സിദ്ധാന്ത്? ഒട്ടും ശ്രദ്ധിക്കാറില്ല അല്ലേ സിദ്ധാന്ത്? വെറുതെ ക്ലാസ്സിൽ ഇരിക്കുക മാത്രമാണോ ചെയ്യേണ്ടത് മോനെ? ലിസൺ ചെയ്യണ്ടേ എന്താണ് പറയുന്നത് എന്നുള്ളത്. എത്ര തവണ പറഞ്ഞു? ഒന്നോ രണ്ടോ മൂന്നോ ആണോ? എത്ര തവണ എക്സ്പ്ലെയിൻ ചെയ്തു മോനെ? ദെൻ ഇത്രയും സിമ്പിൾ ആയ ഒരു കാര്യം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഗൈസ്, എന്താണ് അതിന്റെ ആൻസർ ഗൈസ്? ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, എ ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം ആണ്. ഡ്രെയിനേജിലെ കൂടിയാണ് എന്ത് ചെയ്യുക? വേസ്റ്റ് വെള്ളം പോവുക എന്നിപ്പോ പറഞ്ഞല്ലോ. ഡ്രെയിനേജ് സിസ്റ്റം നല്ലതായിരിക്കണം എന്നൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ. Then dash on windows keep dust out of the house. Dash on windows. എന്താണ് അതിന്റെ ആൻസർ? ടോഷിൻ, എന്താണ് അതിന്റെ ആൻസർ? ഡാഷ് ഓൺ വിൻഡോസ് കീപ് ഡസ്റ്റ് ഔട്ട് ഓഫ് ദ ഹൗസ്. നമ്മൾ പറഞ്ഞല്ലോ, ഓവറായിട്ട് സൺലൈറ്റും പൊടിയും ഒക്കെ അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ മിസ് നേരത്തെ പറഞ്ഞില്ലേ. എന്താണ്? ഓക്കെ, കർട്ടൻ ആണ്. കർട്ടൻസ് ആണ് അല്ലെ. കർട്ടൻസ് ഓൺ വിൻഡോസ് കീപ് ഡസ്റ്റ് ഔട്ട് ഓഫ് ദ ഹൗസ്. കേട്ടോ റിലു? കർട്ടൻ ആണ് അതിന്റെ ആൻസർ അല്ലെ. നമ്മുടെ വിൻഡോസിനുള്ള കർട്ടൻ എന്താണ്? വിൻഡോസിന്റെ അകത്തു കൂടെ നമ്മുടെ വീടിന്റെ അകത്തേക്ക് പൊടി വരുന്നതും അല്ലെ, ഓവറായിട്ട് സൂര്യപ്രകാശം കടക്കുന്നതും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ കർട്ടൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ the floors of the house should be dash and dash every day. Dash and dash every day എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ക്ലീൻ ഹൗസിൽ. The floors of the house should be dash and dash every day. എന്താണ്? നമ്മുടെ വീടിന്റെ
തറ അല്ലേ, നിലം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും എന്തോ ചെയ്യണം എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് എന്താണ് നിഹാര ആൻസർ? The floors of the house should be okay. Jevin, എന്താണ് ആൻസർ ജെവിൻ? Step and mopped. Okay. The floors of the house should be swept and mopped every day. എല്ലാ ദിവസവും അടിച്ചു വാരുകയും തുടക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? Swept and mopped every day. എല്ലാ ദിവസവും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കണം. എന്ത്? വീടിന്റെ നിലം, തറ അല്ലേ? The dash and bathrooms of a house must be washed and cleaned daily. എന്താണ് സന? Wash basin. Okay. The wash basins and bathrooms of a house must be washed and cleaned daily. ബാത്റൂമും വാഷ് ബേസിനും നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ? ദെൻ ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഞാൻ ചോദിക്കാം. സൺലൈറ്റ് ഹെൽപ്സ് germs to grow. Sunlight helps germs to grow. It is true or false? True or false? എന്താണ്? ട്രൂ ആണോ ഫോൾസ് ആണോ? false. That's a false statement. false ആണല്ലേ? സൺലൈറ്റ് എന്താണ്? സൺലൈറ്റ് kills germs എന്നാണ് അല്ലേ? അണുക്കളെ വളരാനാണോ സമ്മതിക്കുന്നത്? അല്ല. ദെൻ എന്താണ്? അണുക്കളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. റിലു എന്താണ് മോളെ? മിസ് ഇപ്പം fill in the blanks എന്ന് പറഞ്ഞിട്ടില്ലേ? അതിലേ അഞ്ചാമത്തെയും ആറാമത്തെയും സ്പെല്ലിംഗ് പറഞ്ഞുതരുമോ? സ്പെല്ലിംഗ് ആണോ? ഓക്കെ. 5th and 6th അല്ലേ? The floors of the house should be swept and mopped every day എന്നുള്ളത് a clean house എന്നുള്ള പോർഷൻ കണ്ടോ? നമ്മുടെ കണ്ടില്ലേ? a clean house. അതിൽ എന്താണ് രണ്ടാമത്തെ പോയിന്റ് നോക്കിയ മോളെ? The floor should be swept and mopped every day. ക്ലീൻ ഹൗസ് എന്നുള്ള ഭാഗം നമ്മൾ എടുത്ത സ്വെപ്റ്റ് ആൻഡ് മോപ്ഡ് എവറി ഡേ എന്ന് കണ്ടോ? അത് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. എല്ലാ ദിവസവും അടിച്ചു വാരുകയും തുടക്കുകയും ചെയ്യണം. സ്വെപ്റ്റ് ആൻഡ് മോപ്ഡ്. ദെൻ പിന്നെ വാഷ് ബേസിൻ ആണ് അല്ലേ റിലു? വാഷ് ബേസിൻ എന്നുള്ളത് ആ പോയിന്റിന്റെ തൊട്ട് താഴത്തെ പോയിന്റ് നോക്കിയേ. സ്വെപ്റ്റ് ആൻഡ് മോപ്ഡ് എവറി ഡേ എന്നുള്ള പോയിന്റ് കണ്ടോ? അതിന്റെ തൊട്ട് താഴെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടോ? വാഷ് ബേസിൻസ് ആൻഡ് ബാത്റൂം മസ്റ്റ് ബി വാഷ്ഡ്. കണ്ടില്ലേ മോളെ റിലു? ഓക്കെ ആയില്ലേ? ആ രണ്ട് പോയിന്റും തന്നെയാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ദെൻ ട്രൂ ഓർ ഫോൾസ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഫോൾസ് ആണ്. ദെൻ a house should have open space like a veranda or a courtyard. It is true or a false? സിദ്ധാന്ത്, അത് ട്രൂ ആണോ ഫോൾസ് ആണോ സിദ്ധാന്ത്? A house should have open space like a veranda or a courtyard. ഒരു വീടിന് ഒരു ഓപ്പൺ സ്പേസ്, വരാന്തയും കോർട്ട്യാർഡും വേണം. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? എന്താണ്? ട്രൂ. ദാറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. സിദ്ധാന്ത് ഒട്ടും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ സിദ്ധാന്ത്. Then mosquitoes breed in covered drains. It is Shamavi. Unmute ചെയ്തേ. False. False. That's a false statement. Okay, right. False. False ആണല്ലേ? mosquitoes breed in uncovered drains എന്നാണെങ്കിൽ ട്രൂ ആണ്. പക്ഷെ covered drains-ൽ mosquitoes ഉണ്ടാകും എന്ന് പറയുന്നത് false statement ആണ്. Then the floors of the bathroom should be kept dry.
the floor of the bathroom should be kept dry. Fawaz, that's true or false? True. True. Yes, that's a true statement. And dustbin should be cleared every day. എന്താണ് വേസ്റ്റ് പാത്രങ്ങൾ നമ്മൾ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. എന്താണ് ആസിയ? ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്? True. യെസ്, ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ട്രൂ ഓർ ഫോൾസ് നിങ്ങൾ ചെയ്തു. ഫസ്റ്റ് വൺ എന്താണ്? സൺലൈറ്റ് ഹെൽപ്സ് ജംസ് ടു ഗ്രോ ഇസ് ഫോൾസ്. എ ഹൗസ് ഷുഡ് ഹാവ് ഓപ്പൺ സ്പേസ് ലൈക്ക് എ വരാന്ത ഓർ എ കോർട്ട്യാർഡ് ഈസ് ട്രൂ. ആൻഡ് മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ കവേർഡ് ഡ്രെയിൻസ്, ഫോൾസ്. The floor of the bathroom should be kept dry, true. Dustbin should be cleared every day, true. Okay, clear ആയല്ലോ? Then question answers മിസ് തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കണം. രാവിലത്തെ ക്ലാസ്സിൽ ഇല്ലാത്തവർ എന്ത് ചെയ്യുക? രാവിലത്തെ ക്ലാസ്സിന്റെ ലിങ്ക് തന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യുക? അത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് പഠിക്കുക, എന്താണ് നമ്മൾ രാവിലെ പറഞ്ഞത് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കേണ്ടത് വാട്ടർ എന്നുള്ള പുതിയ ചാപ്റ്റർ ആണ്. വാട്ടർ നല്ല പോർഷൻ ആണ്. നമ്മുടെ ഈ പോർഷൻ പോലെയല്ല, എന്നാലും എന്താണ് നല്ല പോർഷൻ ആണ്. വാട്ടർ സിമ്പിൾ പോർഷൻ ആണ്, ചെറിയൊരു പോർഷൻ ആണ്. സോ നമ്മുടെ ഇന്നത്തെ ടൈം ഇത് ഏകദേശം കഴിഞ്ഞു. ആൻഡ് സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലേ? അപ്പോൾ എന്താണ്, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നന്നായി പഠിച്ചിട്ട് വരിക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ തരും, അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ വേണ്ടി. ഓക്കെ, ബൈ.